ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. എനിക്കിത് ലക്ഷ്മിയുടെ അമ്മ തന്നതാണ്. സാധനം എൻ്റെ ഫേവറേറ്റ് ഒരു ചെടിയാണ്. ഇതാണ് എൻ്റെ ചീരത്തോട്ടം കണ്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ചീര നടാനായിട്ട് വീട്ടിലും ചീര കൃഷി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആപ്പിൽ ക്യാരറ്റ് പോലത്തെ ഒരു സാധനം വരുവേ, കഴിക്കാൻ പറ്റുമെന്നാണ്. മോ വീഡിയോ എടുത്താലോ? അയ്യേ കൊള്ളത്തില്ല, കുഴപ്പമില്ല, കൊള്ളത്തില്ല. എടുക്കാം ഇല്ല ഇല്ല എടുക്കാം. ഇല്ല എടുക്കാവാ, കുഴപ്പമില്ല എടുക്കാന്ന്. ഓ നീ ഇന്നലെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞോണ്ടാണ്, തന്നെ ആണോ? ചെറുതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ അല്ല, ഞാൻ ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നേ. ഞാൻ എടുക്കാല്ലേ വീഡിയോ എന്തെടുക്കാൻ? കൃഷിയെ പറ്റി പറയാനായിട്ടുള്ള അങ്ങനെ വലിയ ഞാൻ കൊള്ളാമോ? ഓ കുഴപ്പമില്ല, സൂപ്പർ. ചുമ്മാ അവളെ ആക്കണതാ. ഇന്നലെ ഞാൻ ഇവിടെ കുറച്ച് വഴക്ക് പറഞ്ഞു. അതായത് നമ്മൾ ഇന്നലെ പാറശാല വരെ പോയപ്പോൾ നല്ല അടിപൊളി ഒരു ഗാർഡൻ കണ്ടായിരുന്നേ. ഇവിടെ അടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഉച്ച വെയിലായിരുന്നു. പക്ഷെ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി നോക്കിക്കോ, നീ പറഞ്ഞ എടുക്കുകയില്ല, ഇനി വീഡിയോ ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ അതിനാണല്ലേ, അതിനുകൊണ്ടാണ് ആൾ ഇന്നിങ്ങനെ വന്നത്. പക്ഷെ ഞാൻ പൗഡർ ഇട്ടിട്ട് എത്താം. വേണ്ട, ഞാൻ ഇപ്പോൾ പോവും. ആണോ? കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊക്കെ? കൃഷിയില്ല, ഇതൊക്കെ എൻ്റെ കൃഷി. ഇതെന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക, എൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇതൊക്കെ. കണ്ടോ, ഇത് കോവയ്ക്ക, പയറ്, മയക്കൊക്കെ ആയിട്ട്. സത്യമായിട്ട് നീ ശരിക്കും വീഡിയോ എടുക്കാൻ വന്നതന്നല്ലേ? എന്നാ എടുക്കാം, നിനക്ക് തോന്നണ സമയത്തല്ലേ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊക്കെ കൃഷിയാണ്. കൃഷി പറയാം അല്ലേ? എന്തായാലും ഒന്ന് കുറേ നാളായില്ലേ കൃഷി. ഇത് വേണ്ട, ഇത് ഞാൻ പയർ ഇന്ന് രാവിലെ നട്ടതേ ഉള്ളൂ. ഇത് ചെറുതാണ്. എൻ്റെ വേറെ എനിക്ക് കൃഷി എന്ന് പറയാനായിട്ട് വാ, എന്തായാലും വന്നതല്ലേ, കുറച്ച് കാണിക്കും. ഇതൊക്കെ എൻ്റെ കൃഷിയാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കൃഷി. ഇതെൻ്റെ എന്താ പറയുക, കൃഷിയല്ല, എൻ്റെ എനർജിയാണ് ഇതൊക്കെ. കാരണം എനിക്ക് ഇവിടെ നിന്നാണ് എനർജി ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര സമയം വേണമെങ്കിലും ഞാനിതിൻ്റെ മുകളിലേക്ക്. ഇത് എന്ത് ചെടിയാണെന്നൊക്കെ അറിയണോ നിനക്ക്? ഇത് കോവയ്ക്ക, ഇത് പീച്ചിങ്ങ, പയറുണ്ട്, പാവയ്ക്കുണ്ട്. പിന്നെ പയറൊക്കെ ഇഷ്ടം പോലെ കിട്ടി കേട്ടോ. പയർ, ടൊമാറ്റോ ഞാൻ കഴിഞ്ഞ ആഴ്ച കുറേ പറിച്ചില്ലേ, ടൊമാറ്റോ ഇപ്പോൾ 2 നിൽക്കുന്നു. പിന്നെ കത്തിരിക്ക പക്ഷേ ഫസ്റ്റ് ടൈമാണ് പോയിട്ട് വന്നത് കേട്ടോ. പയർ, അങ്ങനെ കുറേ ഉണ്ട്. മെയിൻ കൃഷി എന്ന് പറയുന്നത് ചീര കണ്ടാലോ. ചീരയ്ക്കൊരു പ്രത്യേകതയുള്ള, നമുക്ക് എല്ലാ വീടുകളിലും ചീര നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് ദേ ഉണ്ടോ, കുപ്പിയുണ്ടോ, ഞാൻ കാണിച്ചു തരാം. കുപ്പിയുണ്ട്. ഈ കുപ്പികളിൽ വരെ നമുക്ക് ചീര നട്ടുപിടിപ്പിക്കാം. സ്ഥലമില്ല എന്ന് പറയുന്നവർക്കൊന്നും ഇത് ചീര നമുക്കൊരു, എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ചീര ഒരുപാട് ഫൈബർ അടങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ ഈ ചീര എന്ന് പറയുന്നത് നമ്മളൊരു 10-15 രൂപയുടെ വിത്ത് മേടിച്ചു കഴിഞ്ഞാൽ കുറേ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേ കണ്ട ചീര ഞാനിങ്ങനെ പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കണുണ്ടോ? കണ്ടോ ചീര പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഓരോന്നോരോന്നെടുത്ത് ചെറിയ കവറുകളിൽ ഇതാണ്ട് ഇത് നോക്കും. ഇതൊക്കെ ഇപ്പം നട്ടതാണ്. ഇത് ഇച്ചിരി വലുത്, ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ കുഞ്ഞു സാധനങ്ങളാണ്. ഇതെല്ലാം ഇനി മാറ്റി നമുക്ക് വേറൊന്നിലോട്ട് നടണം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഹൈബ്രിഡ് വഴുതനങ്ങയാണ്. ഇത് ഹൈബ്രിഡ് മുളകാണ്. മുളക് ഇവിടെ പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. പിന്നെ ചീരകൃഷി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചീരകൃഷി എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും ഇതേ കണ്ടോ, വെർട്ടിക്കൽ പ്ലാന്റ്സിൽ ഞാൻ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലാവശ്യമുള്ള ഒരു 3 മൂട് ചീര ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലത്തേക്കുള്ള ഉപ്പേരി എന്ന് പറഞ്ഞാൽ അറിയാമോ? സദ്യക്ക് ആ ഉപ്പേരിയല്ല, ഈ നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഈ തോരൻ എന്ന് പറയില്ലേ, നമ്മുടെ ട്രിവാൻഡ്രംകാർ തോരൻ എന്ന് പറയില്ലേ, അത് അങ്ങോട്ടൊക്കെയുള്ള ആൾക്കാർ പറയണത് ഉപ്പേരി എന്നാണ്. ഉപ്പേരി വെക്കാനായിട്ട്, മറ്റേ ഉപ്പേരി അല്ല കേട്ടോ. അപ്പോൾ ഇതിലൊരു 3-4 മൂടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള തോരൻ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു 100-200 മൂടുണ്ടെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ മുറിക്കുന്ന സാധനം ഉണ്ടല്ലോ, അടുത്തത് വളർന്നിരിക്കും. അത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം ചീര കൃഷി എല്ലാവർക്കും ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. നല്ല ഫൈബർ അടങ്ങിയ വിഷമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ മെയിൻ ചീര കാണിച്ചു തരാവേ. അതിന് മുമ്പ് നമ്മുടെ പയർ കാണിച്ചു തരാം.
ഞാൻ മിക്ക ദിവസം പയർ പൊട്ടിച്ചിട്ട് പോവാറുണ്ട്. പയറൊക്കെ ഇപ്പം തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് അത്യാവശ്യമുള്ള പയറൊക്കെ നമുക്കൊരു വിഴുക്ക് പുരട്ടാനൊക്കെ ഉള്ള പയർ നമുക്ക് കിട്ടും. പയറായിരുന്നാലും നമ്മൾ കുറേ മൂട് നടണം കേട്ടോ. ഒരു 10 മൂടൊക്കെ ഇങ്ങനെ നടണം. ഞാൻ കണ്ടില്ല, ഞാനിവിടെ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതുപോലത്തെ ഫ്രിഡ്ജ് നമുക്ക് ഈ ആക്രി കടകളുണ്ടല്ലോ അവിടെ വാങ്ങിക്കാൻ കിട്ടും. അത് അല്ലാതെയും നമുക്ക് വെച്ചാലും കിട്ടും. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ബ്രദറിൻ്റെ വീട്ടിൽ കാണാൻ പറ്റുമോ, ബ്രദറിൻ്റെ വീട്ടിൽ മൊത്തം ചെടിച്ചട്ടിയിലും മറ്റേ ഗ്രോ ബാഗിലുമാണ് വെച്ചേക്കുന്നത്. പക്ഷേ നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊന്നും വേണമെന്നില്ല. പക്ഷേ ഞാനിത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജ് 1, 2, 3, 4 അങ്ങനെ കുറേ ഫ്രിഡ്ജ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് കൂട്ടത്തോടെ നടാൻ പറ്റുമല്ലോ. നട്ട് നമുക്ക് നല്ല മണ്ണിളക്കത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഇട്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ? തത്തമ്മ വന്ന് ഈ പയർ മൊത്തം കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് മുഴുവനും, കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ പാവമല്ലേ, പക്ഷെ മൊത്തം കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും കിട്ടൂലല്ലോ. പയറാ അതാണ്ട് കോവയ്ക്ക ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കോവയ്ക്ക നിൽപ്പുണ്ട്. ഞാൻ നീ 2 ദിവസം മുമ്പ് വീഡിയോ എടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. കുറച്ച് സ്പേസ് മതി. ഇതുപോലെ വീട്ടിൽ നമ്മൾ കളയുന്ന മിനറൽ വാട്ടർ ക്യാനൊക്കെ ഇതുപോലെ മുറിച്ച് എവിടെയെങ്കിലും കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള ചീര കൃഷി ഒരു 10 ദിവസം കിട്ടിയാൽ അത്രയും ആയില്ലേ, നല്ല ചീര കിട്ടുമല്ലോ. ഇത് കണ്ടോ, ഇത് റാഡിഷാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ക്യാരറ്റ് പോലത്തെ ഒരു സാധനം വരുവേ, കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ഞാൻ വിത്ത് മീഷോന്ന് മേടിച്ചിട്ട് നട്ടതാണ്. റാഡിഷ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ടൊമാറ്റോ ഞാൻ ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ, പിന്നെ പച്ചമുളക്, വെണ്ടയ്ക്ക, അങ്ങനെ കുറേ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ചീരത്തോട്ടം കണ്ടോ. ഓ എന്ത് രസമാണെന്ന് നോക്കിയത്. ഇത് ഇത്രയും നല്ല ഭംഗിയുണ്ട്. ഇത് ചീര നടാനായിട്ട് പ്രത്യേകിച്ച് ഒരു പാടുമില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ ആ ഒരു മിക്സ്, ഞാൻ വേറെ ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല. ആദ്യത്തെ ആ ഒരു മിക്സ് മാത്രമേ ഉള്ളൂ. അതായത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതത്തിൽ നട്ടതാണ് കേട്ടോ. ഇത് നമ്മൾ പല ചെറുതുമുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് നട്ടതാണ്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ ഇത് വലുതായി വരും. അങ്ങനെ പല ടൈമിലായിട്ട് നട്ടു കൊടുക്കണം. നോക്കിയേ, കുറേ ഉണ്ട്. ഇത് കണ്ടോ. പിന്നെ ഉണ്ട്, ഞാൻ സൺഷെയ്ഡ് ഇവിടെ മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പച്ച ചീരയാണ്. ചീര അതുകൊണ്ട് എല്ലാ വീട്ടിലും ചീര കൃഷി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല രസമല്ലേ, കാണാനും നല്ല രസമായിരിക്കും. മുറിക്കാൻ തോന്നാറില്ല സത്യം പറഞ്ഞാൽ. നീ ചീര കഴിക്കൂലല്ലോ അല്ലേ? അടിപൊളി. ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ചീര. കണ്ടത് ആ ഫ്ലവർ, അതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. എനിക്കിത് ലക്ഷ്മിയുടെ അമ്മ തന്നതാണ്. കോട്ടയത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓടി വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് രാവിലെ മുതൽ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ രാവിലെ ക്ലാസ് കഴിഞ്ഞിട്ടും ഒരു 3 മണിയൊക്കെ കഴിയുമ്പം അടുത്ത ട്യൂഷൻ്റെ കുട്ടികൾ വരും. അപ്പോഴുള്ള ഒരു എനർജി ഞാൻ സംഭരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും, സമയമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ഇതുപോലെ കുറച്ച് ചീരയെങ്കിലും നട്ടാൽ മതി. നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്. ഒരു സാധനമാണ് ഇത് കമ്മൽപ്പൂ. ഇത് നെക്സ്റ്റ് വീക്കിൽ നീ വീഡിയോ എടുക്കുമെങ്കിൽ ഇത് കംപ്ലീറ്റ് പൂത്തിരിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ഫുള്ളും, ഇത് കുറേ ഉണ്ട് ചെടി, ഇനിയുണ്ട് എനിക്കിത്. അപ്പോൾ ഇതെല്ലാം ചീര, കുഞ്ഞു ചീരകൾ കണ്ടില്ലേ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഗാർഡൻ വിശേഷം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടെ ഉണ്ട്. ഈ സാധനം എൻ്റെ ഫേവറേറ്റ് ഒരു ചെടിയാണ് പെറ്റൂണിയ, നാടൻ പെറ്റൂണിയ. ഇതിൻ്റെ പിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, അതങ്ങ് പോയി. ഇപ്പം എനിക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വേറെ എവിടെ പോയാലും കിട്ടില്ല. 10 മണി ഇതേ ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇതേ വാടി ഇങ്ങനെ നിൽക്കുവാണ്. അത് ഈവനിങ് ടൈം. രാവിലെ 10 മണിക്കൊക്കെ വന്നാലേ 10 മണിയുടെ ചെടികളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഗാർഡൻ്റെ വ്യൂ. മതിയോ? എൻ്റെ പൂച്ചക്കുട്ടികളുടെ അടുത്തുകൂടി പോയിട്ട് പോവാം. വാ. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുട്ടന്മാർ ഇവിടെ വരുമ്പോൾ കെട്ടുന്നത് നമ്മുടെ ടാറ്റോട് എല്ലാവർക്കും ടാറ്റ വീണ്ടും കാണാമെന്ന് പറ. ടാറ്റാ.
നീക്കോ. നീക്കോ, ഇതിൻ്റെ പേരാണ് നീക്കോ. നീക്കോ നാച്ചയാ. നാച്ച ദോ ഇരിക്കുന്നു. നീക്കോ നാച്ച ഇവിടെ നിർത്തി കൊടുക്കത്തോ. എവിടെ പോണ്, എവിടെ പോണ്? മുന്നോട്ട് നോക്കാം. അച്ചടാ അതാ പോണ വെളിയിൽ. ചക്കര ടാറ്റോ ടാറ്റോട് എല്ലാവർക്കും ടാറ്റ. കുഞ്ഞോട്ട്. ആറ് മക്കളെ എല്ലാവരും മറിക്കേ. കയറട്ടെ കയറട്ടെ, അകത്തോട്ട് കയറട്ടെ, എല്ലാവരും കയറട്ടെ. കുഞ്ഞുക്കുട്ടാ കുഞ്ഞുക്കുട്ടാ കുഞ്ഞുട്ടാ കുഞ്ഞുട്ടിനെ എടുക്കട്ടെ. ആറ് പോലെ കയറട്ടെ, കുഞ്ഞുട്ടിനെ എടുക്കട്ടെ. കുഞ്ഞുട്ടാ അമ്മയുടെ പൊന്ന് വാ, അമ്മയുടെ പൊന്ന് വാ. കുഞ്ഞുട്ട ടാറ്റോട് ടാറ്റ ടാറ്റ. ഇവൻ്റെ വാലിൻ്റെ പ്രത്യേകത ഉണ്ടോ? ക്രിസ്മസ് അപ്പൂപ്പനെ കണക്കാണ് ഇവൻ്റെ വാലിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ക്രിസ്മസ് ട്രീ കണക്ക്. ക്രിസ്മസ് ട്രീയാ? ആ ശരിയാ. ഇവന് വാലിന് നല്ല ഭംഗിയുള്ളതാണ് അല്ലേ കുഞ്ഞൂട്ട? ടാറ്റ ടാറ്റ.